കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കിയില്ലേ? എക്സാമിൻ ഇഫ് ക്ലോസ്ഡ്, എക്സാമിൻ ഇഫ് ഓപ്പൺ, പിന്നെ എന്താണ് ഔട്ട്പുട്ട് എനർജൈസ് തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ് നോക്കിയില്ലേ? അപ്പം അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതാ നിങ്ങൾ പഠിക്കേണ്ട ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയാണ്. ഈ സ്വിച്ചിൻ്റെ പേരാണ് ഇത്. ഈ ഇൻസ്ട്രക്ഷൻ്റെ പേരെന്താണ്? ബിറ്റ് ഇൻസ്ട്രക്ഷൻ എക്സാമിൻ ഇഫ് ക്ലോസ്ഡ്, ക്രോസ് സ്വിച്ച് ഉള്ളത് എക്സാമിൻ ഇഫ് ഓപ്പൺ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ വാല്യൂ 1 ആക്കുക. അത് ഇവിടെ 1 ആക്കുക എന്ന മീൻസ് എന്താണ്? ഇൻപുട്ട് 0/0 കണക്ട് ചെയ്ത സ്വിച്ച് സെൻസറോ അതിൻ്റെ വാല്യൂ 1 ആകുക കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ സ്വിച്ച് ഒന്നും ഇല്ലല്ലോ, തൽക്കാലം ഇവിടുന്ന് ഡയറക്റ്റ് ടോഗിൾ ചെയ്തിട്ട് ഈ അഡ്രസ്സിൻ്റെ വാല്യൂ 1 ആക്കുക. ഇൻപുട്ട് 0/0 ആക്കുക. 1 ആക്കുമ്പോൾ എന്താണ്? ഈ ഇൻസ്ട്രക്ഷൻ ക്ലോസ് ആകും, പവർ എന്താണ് കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആവും. ഓക്കെ, നിങ്ങൾക്ക് ആ വാല്യൂ നോക്കണ്ടെങ്കിൽ ഇവിടുന്ന് ഗോ ടു ഡാറ്റ ടേബിൾ നോക്കാം. കാണുന്നുണ്ടോ? ഇൻപുട്ട് ഇതാണ് ഇൻപുട്ട് 0/0. ഇത് 1 ആക്കുമ്പോൾ സ്വിച്ച് വഴിയല്ലായിരിക്കും, സ്വിച്ചോ സെൻസറോ വഴി ഇൻപുട്ട് 0/0 അഡ്രസ്സ് 1 ആക്കുമ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ആകും. ഇപ്പോൾ പവർ ഫ്ലോ കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഔട്ട്പുട്ട് കോയിൽ എനർജൈസ് ആവും. എനർജൈസ് ആകുമ്പോൾ ഈ പച്ച ലൈറ്റ് പോലെ നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടാമത്തെ നമുക്ക് സ്വിച്ച് നോക്കാം. എക്സാമിൻ ഇഫ് ഓപ്പൺ സ്വിച്ച്. ഇത് ഓൾറെഡി 0 ആകുമ്പോൾ തന്നെ ആക്ടിവേറ്റഡ് ആയിരിക്കും. നോട്ട് ഗേറ്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടുത്തെ വാല്യൂ 0/1ന്റെ വാല്യൂ 0 ആകുമ്പോൾ തന്നെ ഇത് ക്ലോസ് ആയിരിക്കും. അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. ഓൾറെഡി നമുക്ക് നോക്കാം, ഡാറ്റ നോക്കാം. ഇതിൻ്റെ ഏതാണ്? ഗോ ടു ഡാറ്റ ടേബിൾ. ഇതാണ് ഇൻപുട്ട് 0/1. ഇൻപുട്ട് 0/1 വാല്യൂ 0 അല്ലേ? ഇൻപുട്ട് 0/1ന്റെ വാല്യൂ 0 ആകുമ്പോൾ പിന്നെ എന്താ? ഇതിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ സ്വിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ക്ലോസ് ആവും. അതുകൊണ്ട് 0 ആകുമ്പോൾ തന്നെ ക്ലോസ് ആവും. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഉള്ളത്. ഇനി നമുക്ക് ടോഗിൾ ചെയ്യാം. ഇതിന് ടോഗിൾ അതായത് 1 ആക്കുന്നു. ആ 0/1ന്റെ വാല്യൂ 1 ആക്കുന്നു. ഇൻപുട്ട് 0/1ന്റെ വാല്യൂ 1 ആക്കുന്നു. 1 ആക്കി കഴിഞ്ഞാൽ നോക്ക്, ഇതിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഈ സ്വിച്ച് ഓപ്പൺ ആവും. സ്വിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഓപ്പൺ ആവും. കറണ്ട് ഫ്ലോ ഉണ്ടാവുക ഇല്ല. അതുകൊണ്ട് ഔട്ട്പുട്ടും ആക്ടിവേറ്റ് ആവില്ല. ഔട്ട്പുട്ട് കോയിൽ ആക്ടിവേറ്റ് ആവില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് PLC പ്രോഗ്രാമിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ചില കണ്ടീഷൻസ് എക്സെട്ര. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when will Q1 energize? Q1 ഏത് കേസിലായിരിക്കും എനർജൈസ് ചെയ്യുക? എപ്പോഴായിരിക്കും? ഇവിടെ ഇൻപുട്ട് ഏതൊക്കെയുള്ളത്? I1, I2, I3, I4 അല്ലേ? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലാഡർ ഡയഗ്രാം. Q1 എപ്പോഴാണ് എനർജൈസ് ചെയ്യുക? ഈ സ്വിച്ച് സാധാരണ സ്വിച്ചാണ് അല്ലേ? എക്സാമിൻ ഇഫ് ക്ലോസ്ഡ് സ്വിച്ചാണ് ഇത്. എക്സാമിൻ ഇഫ് ക്ലോസ്ഡ്, ആ പേര് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം സ്വിച്ച് വരയ്ക്കുക. ഇത് നിങ്ങൾക്ക് എക്സാമിൻ ഇഫ് ക്ലോസ്ഡ് ആണോ എക്സാമിൻ ഇഫ് ഓപ്പൺ ആണോ എന്ന് അറിയില്ല, പേരറിയില്ല. അത് കിട്ടാനുള്ള വഴി എന്താ? ആദ്യം നിങ്ങൾ ഇൻപുട്ട് 1 ആക്കുമ്പോൾ ഈ സ്വിച്ചിന് എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുക. ഇതിന് എക്സാമ്പിൾ ഇവിടെ I2, ഇതിൻ്റെ വാല്യൂ 1, ഇൻപുട്ട് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് സാധാരണ സ്വിച്ച് അല്ലേ? ഇൻപുട്ട് 1 ആകുമ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ആവും. ക്ലോസ് ആയാൽ പവർ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ 1 ആകുമ്പോൾ ക്ലോസ് ആകുന്ന സ്വിച്ചാണ് ഏത്? എക്സാമിൻ ഇഫ് ക്ലോസ്ഡ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ക്രോസ് ഉള്ള സ്വിച്ച് നോക്കാം. ഈ സ്വിച്ച് ഓൾറെഡി ക്ലോസ്ഡാ അല്ലേ? ഇത് നിങ്ങൾ ഇതിൻ്റെ ഇൻപുട്ട് എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഇൻപുട്ട് 1 ആക്കിയെന്ന് ഇരിക്കുക. ഇൻപുട്ട് 1 ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് ഓപ്പൺ ആവും. അതായത് ഈ സ്വിച്ച് ഓപ്പൺ ആയി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല.
ഇപ്പൊ ഇൻപുട്ട് 1 ആകുമ്പോൾ ഓപ്പൺ ആകുന്ന സ്വിച്ച് ഏതാണ്? എക്സാമിൻ ഇഫ് ഓപ്പൺ. മനസ്സിലായില്ലേ? പേരിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല, എന്നാലും പറയാം ട്ടാ. ഇനി ഇങ്ങോട്ടേക്ക് നോക്കാം. ഇതാണ് നമ്മൾ ലാഡർ ഡയഗ്രാം. ഇത് ഓൾറെഡി നമുക്ക് തന്നു. ഇപ്പൊ ഈ ഔട്ട്പുട്ട് എപ്പോഴായിരിക്കും അനലൈസ് ചെയ്യാം നോക്കുക. I2 I3 മാത്രമാണ് ഈ Q1 കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി സ്വിച്ചിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. I3ക്കും I4 എന്തായാലും അല്ല, I2 I3ക്കും മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ബാക്കിയുള്ള ഈ I1 I4 വെറുതെ ഉള്ളതാണ്. ഈ ഡയഗ്രത്തിൽ എവിടെയും കാണുന്നുണ്ടോ I1 I4? അപ്പൊ അതിന് കൺട്രോൾ ഒന്നുമില്ല. I2 I3 ആണ് നമ്മളെ Q1 കൺട്രോൾ ചെയ്യുന്നത്, Q1 കോയിലിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഏത് കേസിലാണ് Q1 എനർജൈസ് ചെയ്യുക? I2 ക്ലോസ് ആകണം, I3 ക്ലോസ് ആകണം, എന്നാലല്ലേ കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? അതായത് രണ്ടിന്റെയും വാല്യൂ 1 ആകണം. I2ന്റെ വാല്യൂ I3ന്റെ വാല്യൂ 1 ആകണം, എന്നാലും മാത്രമേ ഔട്ട്പുട്ട് എനർജൈസ് ആവൂ. അപ്പൊ അത് ഏത് ഗേറ്റ് ആയിരിക്കും? ഏത് ഗേറ്റാ? AND ഗേറ്റ് അല്ലേ? ഇവിടെ 0 ആയാൽ എന്തായി? പവർ സപ്ലൈ ഉണ്ടാവില്ല. ഇവിടെ 1 അല്ലേ? രണ്ട് 0 ആണെന്ന കേസിൽ ഒരു പവർ സപ്ലൈ ഉണ്ടാവില്ല. കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല. ഇത് 1 ആയി, ഇത് ക്ലോസ് ആയി, ഇത് ഓപ്പൺ ആയി, 1 0. I3 0 ആയി. ഈ കേസിലോ കറണ്ട് ഉണ്ടാവുമോ? ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യോ? ഇവിടെ ബ്ലോക്ക് ആവും. I3 ബ്ലോക്ക് ആവും 0 ആയതുകൊണ്ട്. ഇനി ഇതിലോ I2 1 I3 0 ആണെങ്കിലോ ഇത് ക്ലോസ് ആയി, പക്ഷെ I3 ഓപ്പണാ. ഓക്കെ, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓൾറെഡി പറഞ്ഞു, മാറിപ്പോയ 0 1 ആണ്, നേരെ തിരിച്ചു വരും അല്ലേ? ഈ 1 1 ആകുന്ന കേസിലോ രണ്ടും ക്ലോസ് ആകും, കറണ്ട് ഫ്ലോ ഉണ്ടാവും, Q1 എന്താകും? ഓൺ ആകും അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്വിച്ചും I2 ക്ലോസ് ആക്കണം, I3 ക്ലോസ് ആക്കണം, എന്നാൽ മാത്രമേ Q1 എനർജൈസ് ആയിട്ട് ആ ലൈറ്റ് കത്തൂ. അപ്പൊ ഇതാണ് എന്ത്? AND ഗേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് ഗേറ്റ്, രണ്ട് എക്സാമിൻ ഇഫ് ക്ലോസ് സ്വിച്ച് ഇങ്ങനെ കണക്ട് ചെയ്താലാണ് AND ഗേറ്റ്. നിങ്ങൾക്ക് എക്സാമ്പിളിന് ഇതിന് A എന്ന് പറയാം, സ്വിച്ചിന് ഈ രണ്ടാമത്തെ സ്വിച്ചിന് B എന്ന് പറയാം, ഔട്ട്പുട്ടിന് Y എന്ന് പറയാം. എക്സാമിന് നിങ്ങൾക്ക് ഈ അഡ്രസ് ആയിട്ടല്ല ചോദിക്കുക, ഇതുപോലെ ABY അല്ലെങ്കിൽ I2 I3 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ഇതാണ് AND ഗേറ്റ്. രണ്ട് എന്താണ്? സാധാരണ സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? AND ഗേറ്റ് കിട്ടും. അപ്പൊ അതിനിങ്ങനെ എഴുതാം, Y is equal to, ശ്രദ്ധിക്കണം, ഇത് ഓർമ്മിച്ചിരിക്കണം, AND ഓറും. Y is equal to, ഇക്വേഷൻ എങ്ങനെ ഒരു Y is equal to A and B. ഇത് ഇൻറ്റു അല്ല, ബൂളിയനിൽ പറയാ എന്താണ് ഈ ഓപ്പറേറ്ററിന്? AND എന്നാണ് പറയാ. ഇതാണ് രണ്ട് സ്വിച്ചും അമർത്താം. I2 I3 അമർത്തിയാൽ മാത്രമേ എന്തുണ്ടാവൂ? പവർ സപ്ലൈ അല്ലെങ്കിൽ Q1 ഓൺ ആവും.